നമസ്കാരം. 2 ദിവസം മുന്നേ ഞാൻ ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് എനിക്കൊരു കമൻറ്റ് സെക്ഷനിൽ വളരെ വിശാലമായ രീതിയിൽ അതിനകത്തുള്ള മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മണി സാറിൻ്റെ ഒരു കമൻറ്റ് കണ്ടു. അത് ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ ആദ്യം എനിക്കത് മനസ്സിലായില്ല കമൻറ്റ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു US നേവിയുടെ ഒരു വീഡിയോയാണ് എടുത്തത്, റഫറലെടുത്തത്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ സിംഗിൾ സൈഡ് ബാൻഡ് എന്ന് പറയുന്ന ഒരു പ്യുവർ എൻജിനീയറിങ് സൈഡിലൂടെ പോകുന്നൊരു കാര്യമാണെങ്കിൽ കൂടി, അത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും ഒക്കെ ഉള്ള ഡെറിവേഷൻസും ഒക്കെ വരുന്നതാണെങ്കിൽ കൂടി, നമ്മളിപ്പോൾ ഈ ARRLൻ്റെ ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ ട്രെയിനിങ് ഡോക്യുമെൻറ്റുകളോ ഈ ഡിഫൻസിൻ്റെയൊക്കെ ട്രെയിനിങ് ഡോക്യുമെൻറ്റുകളോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊന്നും പ്രോബ്ലം സൈഡിലൂടെ അതിനെ ഡെറിവേഷൻ സൈഡിലൂടെ ഒന്നും അതിനെ എക്സ്പ്രസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അവരതിനെ പറയാറില്ല. കാരണം അത് കുറച്ചുകൂടെ ഡൈജസ്റ്റീവ് ആവുന്ന രീതിയിലാണ് അവർ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡോക്യുമെൻ്റ് എടുത്ത് അതിനകത്തു നിന്നുള്ളൊരു വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡോക്യുമെൻ്റ് ഞാനൊരു ഒരു ഇതുണ്ടാക്കി, ഒരു വീഡിയോ ഉണ്ടാക്കി. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വീഡിയോ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പം മണി സാറിൻ്റെ ആ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടിയായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നിന്നില്ല. ഞാൻ ആ ട്രെയിനിങ് ഡോക്യുമെൻറ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ട് പറഞ്ഞു, സാർ ദയവായി ഇതൊന്ന് കാണണം, കണ്ടിട്ടതിന് ശേഷം അതിനൊരു മറുപടി എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ചില ഭാഗങ്ങൾ, ഇത് വളരെ നല്ലൊരു വീഡിയോയാണ്, ഇതിലെ ചില ഭാഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതിൽ അപാകത പറ്റി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആദ്യം അതെനിക്ക് പിന്നീടും അത് മനസ്സിലായില്ല എന്താണെന്നുള്ള കാര്യം. ഞാൻ ആ വീഡിയോ കണ്ടു നോക്കുമ്പോഴൊക്കെ ഞാൻ കണ്ട ഭാഗം അതേ കണക്ക് തന്നെയുണ്ട്. പക്ഷേ ഞാനത് പിന്നീട് ഒന്നുകൂടെ ഇരുന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴാണ് അതിനകത്ത് തെറ്റുകൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അപഗ്രഥ പഠനമാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ പോർഷനിലൊന്നും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതൊരു ഫ്രീക്വൻസി ഡൊമെയിൻ ഗ്രാഫാണ് ഞാൻ ഈ വരച്ചത്. ഈ ഫ്രീക്വൻസി ഡൊമെയിൻ ഗ്രാഫ് വരച്ചപ്പോൾ കുറച്ചുകൂടെ കെയർ കാണിക്കുന്നവർ ശരിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോഡുലേറ്റിംഗ് സിഗ്നലുണ്ട്, LSB ഉണ്ട്, USB ഉണ്ട്, കാരിയർ വേവ് ഉണ്ട്. ഇതിനെല്ലാത്തിനും ഒരേ ബാൻഡ് വിഡ്ത്താണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും കരിയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. കരിയറിന് ബാൻഡ് വിഡ്ത്ത് ഇല്ല, കരിയറിൻ്റെ ബാൻഡ് വിഡ്ത്ത് 0 കാരണം കരിയറിൻ്റെ ഫ്രീക്വൻസി ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ആ ഫ്രീക്വൻസി പോകുന്നത് കൊണ്ട് തന്നെ അവിടെ എങ്ങനെയാണ് ഒരു ഒറ്റ ഫ്രീക്വൻസിയേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവുക? അപ്പോൾ തീർച്ചയായിട്ടും അത് ബാൻഡ് വിഡ്ത്ത് 0 തന്നെയാണ് കരിയർ. ലോവർ സൈഡ് ബാൻഡും അപ്പർ സൈഡ് ബാൻഡിനെയും നമ്മളിപ്പോൾ ഏത് പുസ്തകം, എഞ്ചിനീയറിംഗ് പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് സൈഡ് ബാൻഡിന് ബാൻഡ് വിഡ്ത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഫ്രീക്വൻസി ഡൊമെയിനിൽ വരയ്ക്കാറ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വരച്ചത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻപുട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പുസ്തകങ്ങളിൽ LSB = FM-C അല്ലേ എന്ന് ചോദിച്ചു. അത് സത്യമാണ്, അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലാർജ് ഫ്രീക്വൻസി എന്ന് പറയുന്ന കാരിയറാണ്. ലാർജിൽ നിന്നല്ലേ സ്മോൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഒരു എൻജിനീയറിംഗ് കൺസെപ്റ്റിലൂടെ നമ്മളിതിനെ വീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരിയർ മൈനസ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് തന്നെയാണ് എഴുതേണ്ടത്. എല്ലാ പുസ്തകങ്ങളിലും അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലീഫ് തയ്യാറാക്കിയ സമയത്ത് ഞാൻ ഇത്തിരി ധൃതി കാണിച്ചു. ആ ധൃതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ വളരെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്താണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. അത് പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. കാര്യം ഒരു വീഡിയോ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്തിന് അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളത് ഒബ്സർവ് ചെയ്യണമല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ലീഫ് ഡ്രോ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ കൂടെ ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പവറിനെ പറ്റി ഞാൻ സംസാരിച്ച കാര്യം. ഇതൊരു വലിയ മിസ്റ്റേക്കാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് സത്യമാണ്, ഇതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. എനിക്കത് ആദ്യം മനസ്സിലായില്ല. കാര്യം ഞാൻ റെഫർ ചെയ്ത വീഡിയോയിൽ ഈ പോർഷൻ അവർ പറയുന്നുണ്ട്, പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയത് തെറ്റായിട്ടാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഒരു AM മോഡുലേഷനകത്ത് കാരിയർ സെപ്പറേഷൻ സംഭവിക്കുമ്പോൾ ഇതൊരു ബേസിക്കായിട്ട് പവറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഇക്വേഷനാണ് കേട്ടോ. ഇത് വച്ചിട്ട് ഞാനതിനെ ഇൻ്റർറിലേറ്റ് ചെയ്തതാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ ആ കാരിയർ സെപ്പറേഷനെ ഇൻ്റർറിലേറ്റ് ചെയ്തിട്ടാണ് ഞാനത് പറയുന്നത്. കാര്യം ഈ ഒരു ഇക്വേഷൻ അതിനകത്തും കാണിക്കുന്നുണ്ട്, ആ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കാരിയർ സെപ്പറേഷനെ പറ്റി അവർ പറയുന്നത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയത് തെറ്റായിപ്പോയി. എന്താണെന്ന് ഞാൻ പറയാം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്
കാരിയർ സപ്രഷൻ സംഭവിക്കുന്ന സമയത്തിന് കാരിയറിന് ചിലവാകുന്ന പവർ അത് 2 സൈഡ് ബാൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാനുണ്ടായ കാരണം ആ വീഡിയോയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാരിയർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് പവറിൽ ഇൻക്രീസ് ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി കാരിയർ സപ്രസ് ചെയ്യപ്പെടുമ്പോൾ ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യുന്നതായി കാണുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ ഈ തെറ്റായിട്ട് ധരിക്കാനുള്ള കാരണം. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെങ്ങനെ തെറ്റായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2-3-4 ദിവസം മുന്നേ ഹൗ ദ കരിയർ സപ്രഷൻ ടേക്സ് പ്ലേസ് ഇൻ AM റേഡിയോസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ സഞ്ജയ് ശർമ്മയുടെ പുസ്തകത്തിനകത്തുള്ളൊരു ഡയഗ്രമാണ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തത്. അതിനകത്ത് ഷെയർ ചെയ്ത സമയത്ത് അതിനകത്ത് പറഞ്ഞ കാര്യമുണ്ട്. ഈ കരിയർ സപ്രഷൻ എങ്ങനെയാണ് ഡയോഡ് റിംഗ് മോഡുലേറ്ററിൽ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ ഇൻപുട്ട് ഫ്രീക്വൻസി, അതായത് ഓഡിയോ സിഗ്നൽ 0 ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന കാരിയർ വേവ് ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെൻട്രൽ ടാപ്പിലും ഇവിടേക്കുമാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതുവഴി വരുന്ന കറണ്ട് ഫ്ലോ 2 സൈഡിലൂടെ ഫ്ലോ ചെയ്ത് ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഈ സൈഡിലൂടെ ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇത് ഈ ട്രാൻസ്ഫോർമർ ഓഫ് സ്റ്റേജിലായിരിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കും എന്നാണ്, ഇല്ലേ? അങ്ങനെ കാരിയർ സപ്രഷൻ സംഭവിക്കുന്ന ഒരു ഡയോഡ് റിംഗ് മോഡുലേറ്ററിൽ പിന്നീട് വരുന്ന ശബ്ദത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഇവിടെ സപ്രസ് ചെയ്യപ്പെടുന്ന പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? അത് ശരിയായൊരു കാര്യമല്ലല്ലോ. അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല പുസ്തകങ്ങളിലും എടുത്ത് തപ്പി നോക്കി. അപ്പോൾ എങ്ങും ഒരു ഡെറിവേഷൻ സൈഡിലൂടെയോ മറ്റോ അങ്ങനെ ഒരു കാരിയറിൻ്റെ പവറിനെ എന്താ പറയുക മറ്റൊരു ലോവർ സൈഡ് ബാൻഡുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഞാൻ പറഞ്ഞത് വലിയൊരു തെറ്റാണ്, അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചു. ഓക്കെ. പിന്നീട് ഞാൻ ചിന്തിച്ച് നോക്കി എന്തായിരിക്കും അവരുദ്ദേശിച്ച കാര്യം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ആ വീഡിയോയിൽ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈച്ച് സൈഡ് ബാൻഡ് വോൾട്ടേജ് ഈസ് ദ ഹാഫ് ഓഫ് ദ വോൾട്ടേജ് ഓഫ് കാരിയർ വോൾട്ടേജ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നുണ്ട്. അതായത് സൈഡ് ബാൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് കാരിയർ വോൾട്ടേജിൻ്റെ പകുതി ആയിരിക്കും എന്നുള്ളത്. LSB ആയാലും USB ആയാലും അത് കാരിയർ വോൾട്ടേജിൻ്റെ പകുതി ആയിരിക്കും.